യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 20-ാമത്തെ വാക്യം, അതിലൊരു അവസാന ഭാഗമുണ്ട്. ആ വാക്യത്തിൻ്റെ അതുമാത്രമാണ് നാം ഇപ്പോൾ വായിക്കുന്നത്. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. നമ്മുടെ കർത്താവായ യേശു ദേവാലയത്തിലേക്ക്, അവൻ്റെ ജന്മനാട്ടിലുള്ള ദേവാലയത്തിലേക്ക് ചെന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ആ ദേവാലയത്തിൽ മഹാപുരോഹിതനോ മറ്റ് പുരോഹിതന്മാരോ അനേകരുണ്ടായിരുന്നിരിക്കും, ശ്രേഷ്ഠരായ ആളുകൾ. അവിടെ യാഗങ്ങളോ അവിടെ ബലിപീഠങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കും. പക്ഷേ അന്ന് അവിടെ കൂടി വന്നിരുന്ന എല്ലാവരുടെയും കണ്ണ് യേശുവിങ്കൽ പതിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അതൊരു വലിയ ആഴമേറിയ ഒരാത്മീയ സത്യമാണ്. മനുഷ്യർ ഉയർത്തി കാണിക്കുന്നവരെ അല്ല നോക്കിയത്. അന്ന് അവരുടെ കണ്ണ് മനുഷ്യരിൽ നിന്ന് മാറി ദൈവത്തിങ്കലേക്ക് മാറിയെന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. എല്ലാവരുടെയും കണ്ണ് അവൻ്റെ മേലായി. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടായിരിക്കും എല്ലാവരുടെയും കണ്ണ് യേശുവിൻ്റെ മേലാകാനുള്ളതായ കാരണം എന്തായിരിക്കും? അതിൻ്റെ കാരണം നാം ചിന്തിച്ചാൽ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം സ്വർഗത്തിൻ്റെ കണ്ണ് അവൻ്റെ മേലായിരുന്നു. പിതാവായ ദൈവത്തിൻ്റെ കണ്ണ് അവൻ്റെ മേലായിരുന്നു. യെശയ്യാ പ്രവാചകൻ പറയും, 53-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പറയും, എന്തുകൊണ്ടാണ് പിതാവായ ദൈവം അവനെ നോക്കിയത്? പിതാവായ ദൈവത്തിൻ്റെ കണ്ണ് അവൻ്റെ മേൽ വരുവാനുള്ള കാരണം എന്തായിരുന്നു? യെശയ്യാ 53:10. എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവനെ തകർത്ത് കളയണമെന്ന് ദൈവം നിശ്ചയിച്ചിരുന്നു. ആരെ? കർത്താവായ യേശുവിനെ. ഈ ഭൂമിയിലേക്ക് മനുഷ്യാവതാരം ചെയ്തവനായ ആ യേശുവിനെ തക്ക സമയത്ത് തകർത്ത് കളയണമെന്ന് പിതാവായ ദൈവം നിശ്ചയിച്ചിരുന്നു. നമുക്കറിയാം, നമ്മുടെ കർത്താവ് തൻ്റെ മരണത്തിൻ്റെ തലേ രാത്രി പിതാവായ ദൈവത്തോട് നിലവിളിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന്. മരണമെന്ന പാനപാത്രം മാത്രമല്ല, മനുഷ്യജാതിയുടെ പാപം തൻ്റെ മേലാവുന്നതായ ആ അവസ്ഥ, താനൊരു പാപിയായിത്തീരുന്ന ഒരവസ്ഥ, പാപം അറിയാത്തവനായ യേശു, പാപം ചെയ്തിട്ടില്ലാത്തവനായ യേശു പാപിയായിത്തീരുന്ന ഒരവസ്ഥ, അതൊഴിവാക്കി തരണമെന്നാണ് കർത്താവായ യേശു പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചത്. കാരണം പാപം ചെയ്താൽ താനും പിതാവുമായുള്ള ആ ബന്ധം മുറിഞ്ഞു പോകും, പിതാവിൻ്റെ മുഖം തനിക്ക് മറഞ്ഞു പോകുമെന്നുള്ളത് കൊണ്ട് കർത്താവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം, പാപം ചുമക്കുക, ഒരു പാപിയായിത്തീരുക, ഉള്ളം കൊണ്ട് ഹൃദയത്തിൽ പാപമുള്ളവനായിത്തീരുക. അത് തന്നെത്താൻ ചെയ്ത പാപമല്ല, മറ്റുള്ളവരുടെ പാപം വഹിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് കർത്താവ് കണ്ടത്. ആ അവസ്ഥ ഒന്ന് കഴിയുമെങ്കിൽ മാറ്റിത്തരണമെന്നാണ് കർത്താവായ യേശു പിതാവിനോട് ചോദിച്ചത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് ഇപ്രകാരം പറയുന്നുണ്ട്. 2:23. ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രായനായ യേശുവിനെ ദൈവം തന്നെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തർപ്പിച്ചു കൊന്നു. ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷൻ, നിങ്ങൾ നോക്കേണ്ടതായ ഒരുത്തനെ ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്നു. നിങ്ങൾ ആശ്രയിക്കേണ്ടതായ ഒരുത്തനെ ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്നു. നിങ്ങൾ നോക്കേണ്ടതായ ഒരു പുരുഷനെ, അഥവാ കർത്താവായ യേശുവിനെ നിങ്ങൾ നോക്കുവാനും നോക്കി രക്ഷ പ്രാപിക്കാനും നോക്കി പാപമോചനം പ്രാപിക്കാനും ദൈവം കാണിച്ചു തന്ന പുരുഷനാണ് കർത്താവായ യേശു. പക്ഷേ അവനെ നിങ്ങൾ അധർമ്മികളുടെ കയ്യാൽ തറച്ചു കൊന്നു. നമുക്കറിയാം, അന്നത്തെ മഹാപുരോഹിതനായ കയ്യാഫാവ് പറഞ്ഞു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിക്കുന്നത് നല്ലതാണെന്ന്. എന്തായിരുന്നു കയ്യാഫാവ് ഉദ്ദേശിച്ചത്? എല്ലാവർക്കും വേണ്ടി, എല്ലാവരും പള്ളിയുടെ അടിമത്തത്തിലും ആ പാരമ്പര്യത്തിൻ്റെ അടിമത്തത്തിലും ആ കർമ്മപരിപാടിയുടെ ദേവാലയത്തിൽ നടക്കുന്ന കർമ്മങ്ങളുടെയും ആചാരങ്ങളുടെയും
അടിമത്തത്തിൽ കിടക്കുന്നതിന് വേണ്ടി, അതിനുവേണ്ടി, എല്ലാവർക്കും വേണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാവരും ആ ആചാര വഴിയിലും അനുഷ്ഠാന വഴിയിലും അർത്ഥമറിയാത്ത ആത്മീയത്തിലും ബന്ധനത്തിലായി കിടക്കുന്നതിന് പകരമായിട്ട് അതിനു വേണ്ടി യേശുവിനെ കൊന്നുകളയുക. അതായിരുന്നു കയ്യാഫാവിൻ്റെ ഉള്ളിലുള്ളതായ ഉദ്ദേശം. പക്ഷേ ദൈവത്തിൻ്റെ ഒരു പ്രവചനപരവുമായിരുന്നു അത്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിക്കുക, അഥവാ എല്ലാവരുടെയും പാപം വഹിച്ചുകൊണ്ട് ഒരുവൻ മരിക്കണം എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം, ദൈവത്തിൻ്റെ വഴി അതായിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവം ആശ വച്ചവനാണ് യേശു. അതുകൊണ്ടാണ് എല്ലാവരുടെയും കണ്ണ് അവൻ്റെ മേലെ പതിയുവാനായിട്ട് ഇടവന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 3:16. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അവനെ നൽകുവാനായിട്ട് ദൈവം തീരുമാനിച്ചിരുന്നു. സ്വർഗീയ പിതാവ് കർത്താവായ യേശുവിനെ നൽകുവാനായിട്ട് തീരുമാനിച്ചിരുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാനായിട്ട് ദൈവം സ്നേഹിച്ചു, അഥവാ നൽകുവാൻ ദൈവം തീരുമാനിച്ചിരുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 32-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, റോമർ 8:32, അവിടെ നാം എന്താണ് വായിക്കുന്നത്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? അവനോടുകൂടെ നമുക്ക് ഏൽപ്പിച്ചു തന്നവൻ, പിതാവായ ദൈവം കർത്താവായ യേശുവിനെ നമുക്ക് ഏൽപ്പിച്ചു തരികയായിരുന്നു. ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? എന്തെല്ലാമാണ് ആ സകലവുമെന്ന് പറയുന്നത്? റോമാലേഖനം 8-ാം അധ്യായം ആശ്വാസത്തിൻ്റെ ഒരു ലേഖനമാണ്, ആശ്വാസത്തിൻ്റെ ഒരധ്യായമാണ്. മാത്രമല്ല, ആശ്വാസം മാത്രമല്ല, ആത്മീയ ധൈര്യം തരുന്നതായ ഒരധ്യായമാണ് റോമാലേഖനം 8-ാം അധ്യായം. അതിലെന്താണ് പറയുന്നത്? കർത്താവായ യേശുവിനെ, ആ തേജസ്സുള്ളവനായ കർത്താവായ യേശുവിനെ അവനെ നമുക്ക് നൽകി തന്നു. നിത്യജീവൻ പ്രാപിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, ദൈവരാജ്യത്തിൽ പോകാൻ വേണ്ടിയിട്ട് പിതാവായ ദൈവം അവനെ നമുക്ക് തന്നു, അവനെ നമുക്ക് നൽകി തന്നു. തൻ്റെ ഏകജാതനായ പുത്രനെ തന്നു നമുക്ക്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പിതാവായ ദൈവത്തിൻ്റെ കണ്ണ് അവൻ്റെ മേലായിരുന്നു. കാരണം നിത്യനായ ദൈവത്തിൻ്റെ ആഗ്രഹം അതാണ്, മനുഷ്യൻ നിത്യജീവനുള്ളവനാകണം. മനുഷ്യൻ പാപത്തിൻ്റെ ചെളിക്കുഴിയിൽ നിന്ന് കയറി അവൻ വിശുദ്ധനാകണം. അവൻ ജീവനുള്ള ദൈവത്തെപ്പോലെ ഹൃദയം കൊണ്ട് സമാധാനമുള്ളവനും സന്തോഷമുള്ളവനും അവൻ വിശുദ്ധനുമായി മാറണം. അതിനെന്താണ് വേണ്ടത്? അതാണ് സ്വർഗം പ്ലാൻ ചെയ്തു വരികയായിരുന്നു. അങ്ങനെയാണ് യേശുവിൻ്റെ മനുഷ്യാവതാരം എന്ന് പറയുന്നത് തന്നെ. ആ ഭൂമിയിൽ ജീവിക്കാനിടവന്ന കർത്താവായ യേശുവിൻ്റെ മേൽ പിതാവിൻ്റെ കണ്ണിരിക്കുകയായിരുന്നു. നാം വായിച്ചല്ലോ യോഹന്നാൻ 3:16. എന്താണ് നമുക്കറിയാം? യോഹന്നാൻ 3:16, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിന് സ്തോത്രം. റോമാലേഖനത്തിൽ പറഞ്ഞു, അവന് തന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ശിക്ഷാവിധി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്, പാപത്തിൻ്റെ ശിക്ഷ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അവനെ തന്നത് നിത്യജീവൻ തരാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വീണ്ടും പറയുന്നു, അവനെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ തരുന്നതിന് വേണ്ടി അവനെ നമുക്ക് നൽകി തന്നുവെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ വാക്യത്തിൻ്റെ എല്ലാം അർത്ഥം? എന്താണ് അവനെ നൽകുക എന്ന് വെച്ചാൽ? നമ്മൾ ബുദ്ധി കൊണ്ടൊരാളെ നോക്കുന്നതാണോ അതിൻ്റെ അർത്ഥം? കർത്താവായ യേശുവിനെ അങ്ങനെ ഒരാളെ നോക്കുക എന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല, അതല്ല അതിൻ്റെ അർത്ഥം. പിതൃസർപ്പത്തെ നോക്കാൻ പറഞ്ഞു, ആ പിതൃസർപ്പത്തെ ഒന്ന് നോക്കുക, അതല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ നമുക്ക് ഏറ്റവും പരിചയമുള്ളതായ നമ്മുടെ എല്ലാം വിവാഹ ജീവിതത്തിലേക്ക് വരിക. വിവാഹത്തിൻ്റെ സമയത്ത് എന്താണ് നടക്കുക? ആ ഭാര്യയായി വരുന്ന ആ യുവതി തൻ്റെ ഭാവി തൻ്റെ വരനെ ഏൽപ്പിക്കുകയാണ്. തൻ്റെ എൻ്റയർ ഭാവി ആ വരനെ മുഴുവനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് വധു ചെയ്യുന്നത്. ഭാര്യയായി തീരുന്ന ആ സ്ത്രീ ചെയ്യുന്നതാണ്. തൻ്റെ എൻ്റയർ ഭാവി ആ ഒരു പുരുഷനെ ഏൽപ്പിക്കുകയാണ്. അവൾക്കിനി സ്വന്തമായിട്ട് അവളുടേതായൊരു വീട് അവളുടെ ചിന്തയിൽ പോലുമില്ല.
അവളുടേതായൊരു വഴി, അവളുടേതായൊരു ജീവിത രീതി അവളുടെ വഴിയിലില്ല. ഒരു ഭാര്യയായിത്തീരുന്ന ഒരു യുവതി ആ വിവാഹത്തിൻ്റെ നാളിൽ അവളുടെ എൻ്റയർ ലൈഫ് ആ ഭർത്താവാകുന്ന പുരുഷനെ ഏൽപ്പിക്കുകയാണ്. പിന്നെ അവളുടെ ഭാവി എന്ന് പറയുന്നത് അവനോട് കൂടെയുള്ള ഭാവിയാണ്. അവനോട് കൂടെയുള്ള ഭാവിയാണ്. അവളുടെ വീടെന്ന് പറയുന്നത് അവനോടുകൂടെ വസിക്കുന്ന വീടാണ് അവളുടെ വീട്. അവളുടെ ആഗ്രഹം എന്ന് പറയുന്നത് അവനെ സന്തോഷിപ്പിച്ച്, അവനിൽ നിന്ന് സന്തോഷം പ്രാപിച്ച്, അവനെ സ്നേഹിച്ച് ആ സ്നേഹത്തിൽ പോവുക എന്നുള്ളതാണ് ഒരു വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു യുവതിയുടെ ആഗ്രഹം. അതുപോലെ തന്നെയാണ് അവനെ നോക്കുക എന്നെല്ലാം പറഞ്ഞാൽ, അവനെ നൽകി എന്നെല്ലാം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് നമ്മുടെ എൻ്റയർ ഭാവി, നമ്മുടെ മുഴുവനുമായ ജീവിതം കർത്താവായ യേശുവിനെ ഏൽപ്പിക്കുക. ഇനി യേശുവിനെ കൂടാതെയുള്ളതായ ഒരു ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ഒരു പ്ലാനും പദ്ധതിയുമില്ല. യേശുവിനെ കൂടാതെയുള്ളതായ ഒരു ദിവസം പോയിട്ട്, ഒരു മണിക്കൂർ പോയിട്ട്, ഒരു നിമിഷം പോലും യേശുവിനെ കൂടാതെയില്ല. ഇനി ജീവിതം യേശുവിനോട് കൂടെ എന്നുള്ളതായ ജീവിതത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും, ജീവിതത്തിൻ്റെ സന്തോഷവും, ജീവിതത്തിൻ്റെ പ്രമോദവും, ജീവിതത്തിൻ്റെ എല്ലാമായിട്ട് യേശുവിനെ സ്വീകരിക്കുക, യേശു ആയിത്തീരുക. ഏതാണ് ആ വാക്യത്തിൻ്റെ എല്ലാ അർത്ഥം? സ്വർഗീയ പിതാവ് അവനെ ഏൽപ്പിച്ചു തന്നു, അവനെ നൽകി തന്നു. നമുക്ക് എബ്രായലേഖനം 9-ാം അധ്യായം 13-14 വാക്യം നമുക്ക് വായിക്കാം. എബ്രായലേഖനം 9-ാം അധ്യായം 13-14 വാക്യം. ആട്ടുകൊറ്റന്മാരെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തെളിക്കുന്ന പശുഭസ്മവും ജഡീകശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജ്ജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ദൈവത്തിന് സ്തോത്രം. എല്ലാത്തിനും യേശുവിനെ നോക്കുക. യേശു നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിനും വരുവാനുള്ള ലോകത്തിലെ ജീവിതത്തിനും വേണ്ടി യേശുവിനെ മാത്രം നോക്കുക. ഇവിടെ ഇതാ സ്വർഗീയ പിതാവിൻ്റെ തിരിഹിതപ്രകാരം ഭൂമിയിലേക്ക് വന്നവനായ കർത്താവായ യേശു എന്താണ് ചെയ്തത്? അവൻ തന്നെത്താൻ അർപ്പിച്ചു തന്നു. പിതാവാദൈവം തകർത്തു തന്നു, പിതാവാദൈവം ഏൽപ്പിച്ചു തന്നു, പിതാവാദൈവം നൽകി തന്നു. ഇവിടെ ഇതാ കർത്താവായ യേശു തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ചു. തന്നെ തന്നെ ഒരു യാഗമാക്കി അവൻ അർപ്പിച്ചു. താൻ തന്നെ പുരോഹിതനായിട്ട്, വേറൊരു പുരോഹിതനല്ല, താൻ തന്നെ പുരോഹിതനായി തന്നെ തന്നെ യാഗമാക്കി എന്നല്ല നമ്മുടെ ആരാധനയിൽ നാം വായിക്കുന്നത് പോലെ. പ്രിയപ്പെട്ടവരെ, പഴയ നിയമകാലത്തും ഈ യാഗങ്ങളും ഉണ്ടായിരുന്നു. പാപത്തിന് പരിഹാരം വരുത്താൻ വേണ്ടി ജനം മൃഗങ്ങളെ യാഗം കഴിച്ചിരുന്നു. ആടിനെയും ആട്ടുകൊറ്റനെയും എല്ലാം ഈ യാഗം കഴിച്ചിരുന്നു. ആ യാഗമെല്ലാം ദൈവം കണ്ടിരുന്നു. പിതാവാദൈവം ആ യാഗമെല്ലാം കണ്ടിരുന്നു. ആ യാഗം കണ്ടിട്ട് ദൈവം എപ്രകാരമാണ് ആ യാഗത്തെ വിലയിരുത്തിയത്? ആ യാഗം കഴിച്ച വ്യക്തി വിശ്വാസമുള്ളവനാണെന്ന് ദൈവം കണ്ടു. അവൻ്റെ വിശ്വാസത്തെ ദൈവം കണ്ടു. ജീവനുള്ള ദൈവം പറഞ്ഞത് അനുസരിക്കുന്നവനാണെന്ന് ദൈവം കണ്ടു. ദൈവകൽപ്പന അനുസരിക്കുന്നവനാണെന്നും ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്നവനാണെന്നും അതുകൊണ്ടാണ് ദൈവകൽപ്പന പ്രകാരം അവൻ ദേവാലയത്തിലേക്ക് ആ യാഗമൃഗവുമായി വന്നു എന്നുള്ളതും ദൈവം കണ്ടു. ദൈവത്തിന് സ്തോത്രം. പക്ഷേ അവൻ്റെ പാപമോചനത്തിന് വേണ്ടി അപ്പോഴവൻ്റെ പാപമോചനം നടക്കുകയല്ല ചെയ്യുന്നത്. അവൻ്റെ മനസ്സാക്ഷിയിൽ നിന്ന് പാപം മാറുന്നില്ല എന്ന് പോലും പറയുന്നു. ആ യാഗത്തെ ദൈവം സന്തോഷിച്ചു. കാരണം അവൻ അനുസരണമുള്ളവനാണ്, അവൻ വിശ്വാസമുള്ളവനാണ്. അവന് വരും കാലങ്ങളിൽ അതിനുശേഷം കർത്താവായ യേശു കാൽവരിയിൽ ഒരു യാഗമായി തീരുമ്പോൾ, ആ തിരുരക്തത്തിലൂടെ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുമ്പോൾ ഈ പഴയ നിയമ വിശ്വാസിയായ ആ വ്യക്തിയും അതിന് യോഗ്യനാണെന്ന് ദൈവം കണ്ടു. അതാണ് ദൈവം കണ്ടത്. അവൻ്റെ വിശ്വാസത്തെ ദൈവം കണ്ടു, അവൻ്റെ അനുസരണത്തെ ദൈവം വിലയിട്ടു. പക്ഷേ അവൻ്റെ പാപമോചനത്തിന് വേണ്ടി അവൻ യോഗ്യനായിട്ട് ദൈവം അവനെ എണ്ണി. അവർക്കും പാപമോചനം കിട്ടിയത് കർത്താവായ യേശുവിൻ്റെ കാൽവരിയിലെ ആ ക്രൂശ് മരണത്തിൻ്റെ ശേഷമാണ്. അന്ന് പഴയ നിയമകാലത്തെ യാഗം കഴിച്ചവനും പാപമോചനം കിട്ടിയത് ക്രിസ്തുവിൻ്റെ കുരിശിലെ രക്തത്താൽ മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഇത്ര ശ്രേഷ്ഠമേറിയ ആ ഒരു അത്ഭുത പുരുഷൻ അവനാണ് കർത്താവായ യേശു ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. അവനെ നോക്കുക, അവനെ തകർക്കുക. അവിടെയാണ് നാം വായിച്ചത്. എബ്രായലേഖനം 9-ന്റെ 14 മാത്രം നമുക്കൊന്നുകൂടെ വായിക്കാം.
നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം. മതി നിത്യ ആത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ചവനായ ആ യേശു എന്ന് വെച്ചാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, തൃത്വം എല്ലാം ചേർന്നാണ് ആ ബലി അവിടെ അംഗീകരിക്കപ്പെടുന്നതും ആ കാൽവരിയിലെ ബലി അവിടെ നടക്കുന്നതും. പിതാവാദീയവും പരിശുദ്ധാത്മാവും പുത്രൻ നമ്പരാനും കൂടിയാണ് ആ കാൽവരിയിലെ ബലി അവിടെ നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അത്ര ശ്രേഷ്ഠനായ ആ ഒരുവനെ നോക്കുക, ആ യേശുവിൻ്റെ മേൽ കണ്ണുപതിയുക. അതാണ് പിൽക്കാലത്തെല്ലാം അപ്പോസ്തലന്മാർ പറയുന്നില്ലേ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവനെൻ്റെ ഉപസ്ഥിതി അന്ത്യം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എബ്രായലേഖനത്തിലും പറയും അവനെ നോക്കുക എന്ന് പറയും. എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ പറയും വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. പ്രിയപ്പെട്ടവരെ, ഇത്ര ശ്രേഷ്ഠനായ ആ കർത്താവായ യേശുവിനെ, അവനെ എല്ലാവരുടെയും കണ്ണ് അവൻ്റെ മേൽ പതിഞ്ഞിരുന്നു. ആ കൂടിയിരുന്ന ആളുകളൊക്കെ എങ്ങനെയുള്ളവരായിരുന്നു? ആരെല്ലാമാണ് അവനെ നോക്കിയത്? അവനെ നോക്കിയത് ആരെല്ലാമായിരുന്നു? അവർ പലരും രോഗികളായിരുന്നു, അവർ പലരും തളർന്നവരായിരുന്നു, കൂനികളായിരുന്നു. അവരിൽ പലരും ബാഹ്യമായ കണ്ണില്ലാതെ ആന്തരിക കണ്ണ് മാത്രം ഉള്ളവരായിരുന്നു എന്നും വേണമെങ്കിലും നമുക്ക് ചിന്തിക്കാം. പ്രിയപ്പെട്ടവരെ, അവരിൽ പലരും പാപം മൂലം, അവരുടെ കഴിഞ്ഞകാല പാപം മൂലം വേദന അനുഭവിക്കുന്നവരായിരുന്നു, വിഷാദ രോഗമുള്ളവരായിരുന്നു, വിഷാദ ദുഃഖമുള്ളവരായിരുന്നു. അങ്ങനെയുള്ളവരെല്ലാവരുമാണ് യേശുവിനെ നോക്കിയത്. നോക്കിയവർക്ക് പിന്നീട് നാം അങ്ങനെ വായിക്കുമ്പോൾ ആ നോക്കിയവരെല്ലാവരും സ്നേഹത്തോടെയല്ല നോക്കിയത്. നോക്കിയവർ പലരും അസൂയയോടെയാണ് നോക്കിയത്. നോക്കിയവർ പലരും പിന്നീട് അവനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ടാണ് നോക്കിയത്. നോക്കിയവരെല്ലാവരും ആഗ്രഹത്തോടെയോ സ്നേഹത്തോടെയല്ല നോക്കിയത്. നോക്കിയവർ പലരും പലവിധ മനോഭാവത്തോടെയാണ് അവർ നോക്കിയത്. അന്ന് ആ കണ്ണെല്ലാവരുടെയും കണ്ണ് അവൻ്റെ മേൽ പതിഞ്ഞിരുന്നു. നമുക്ക് പിന്നീട് വായിക്കാം മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം. അവൻ്റെ ജന്മനാട്ടിൽ തന്നെ ദേവാലയത്തിൽ യേശു പിന്നെയും വന്നു. 13-ാം അധ്യായം 53 മുതൽ 58 വരെയുള്ളതായ 5 വാക്യം നമുക്ക് വായിക്കാം. ഈ ഉപമകളെ പറഞ്ഞിരുന്ന ശേഷം യേശു അവിടെ വിട്ട് തന്റെ പിതൃനഗരത്തിൽ വന്നു. അവരുടെ പള്ളിയിൽ അവരെ ഉപദേശിച്ചു. അവർ വിസ്മയിച്ചു. ഇവന് ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികളും എവിടെ നിന്ന്? ഇവൻ തച്ചൻ്റെ മകനല്ലയോ? ഇവൻ്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസ, ശീമോൻ, യൂദ എന്നിവർ അല്ലയോ? ഇവന്റെ സഹോദരികളും എല്ലാം നമ്മോടുകൂടെ ഇല്ലയോ? ഇവൻ ഇതൊക്കെയും എവിടെ നിന്ന് എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി. യേശു അവരോട്, ഒരു പ്രവാചകൻ തൻ്റെ പിതൃനഗരത്തിലും സ്വന്തം ഭവനത്തിലുമല്ലാതെ ബഹുമാനമില്ലാത്തവൻ അല്ല എന്ന് പറഞ്ഞു. അവരുടെ അവിശ്വാസ നിമിത്തം അവിടെ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തില്ല. പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് അവനെ അതിശയത്തോടെ നോക്കി, സ്നേഹത്തോടെ നോക്കി, എല്ലാവരുടെയും കണ്ണ് അവൻ്റെ മേൽ പതിഞ്ഞിരുന്നു. പക്ഷേ അധിക വർഷങ്ങളൊന്നും കഴിഞ്ഞില്ല. ഏതാനും നാൾ കഴിഞ്ഞു. കർത്താവായ യേശു തൻ്റെ വേല മുമ്പോട്ട് പോയി. അവൻ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാൻ തുടങ്ങി, മനുഷ്യരോട് ഇടപെടാൻ തുടങ്ങി, ദൈവത്തിൻ്റെ സത്യവചനം അവൻ ജനത്തിന് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ എന്താണ് സംഭവിച്ചത്? സ്നേഹത്തിൽ ഊന്നിയുള്ളതായ ജീവനുള്ള ദൈവത്തെ സ്നേഹിക്കണം, അതുപോലെ നിൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം, സഹോദരനെ സ്നേഹിക്കണം. സ്നേഹത്തിൽ ഊന്നിയുള്ളതായ ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ പാരമ്പര്യ വിശ്വാസികളായിരുന്ന അവൻ്റെ നാട്ടുകാർ അവനോട് എതിരാകാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ആദ്യം പ്രീതി കാണിച്ചു, ഇപ്പോൾ ഇതാ അവരെതിരിടാൻ തുടങ്ങി. ഇതെല്ലാം അപ്പോസ്തലപ്രവൃത്തികൾ നിങ്ങൾക്ക് കാണാം, ഈ കാലത്ത് മുതൽ തന്നെ കാണാം. സന്തോഷത്തോടെ സുവിശേഷത്തിലേക്ക് വരുന്നവർ, സുവിശേഷത്തിൻ്റെ സത്യം മനസ്സിലാക്കി സുവിശേഷപ്രകാരം ജീവിക്കണമെന്നുള്ളതായ ആ നിർണയത്തിലേക്ക് വരുമ്പോൾ അവർ ശത്രുക്കളായി മാറുന്നതായ അവസ്ഥ. കർത്താവായ യേശു പാപിയെ സ്നേഹിക്കുന്നു, പാപത്തെ വെറുക്കുന്നു. അവൻ പാപിയെ സ്നേഹിക്കുന്നു, പാപത്തെ വെറുക്കുന്നു. ആ ഉപദേശം വന്നപ്പോൾ അനേകർ അവനെ ശത്രുക്കളാകാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, വന്നുകൂടുന്ന എല്ലാവരും, ഒരിക്കൽ നോക്കി എല്ലാവരും പിന്നെയും സ്നേഹത്തിൽ വളരുകയല്ല ചെയ്യുന്നത്. അവർ പലരും പലവിധ ചിന്താഗതിയിലേക്ക് മാറിപ്പോവുകയാണ് ചെയ്തത്. ഒന്ന് എളിമയോടെ
ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. കർത്താവായ യേശുവിനെ അറിയാത്ത വലിയൊരു കൂട്ടം ജനം. ഇയ്യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു നോക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 4-ാമത്തെ വാക്യം. മനുഷ്യൻ്റെ മനോഭാവം എന്താണെന്ന് നോക്കാം. ജീവനുള്ള ദൈവത്തിൻ്റെ വഴി മനസ്സിലാകാത്ത മനുഷ്യൻ്റെ ഹൃദയ മനോഭാവമാണ് നമ്മളിതെല്ലാം കാണുന്നത്. 14-4. അശുദ്ധനിൽ നിന്ന് ജനിച്ച വിശുദ്ധനുണ്ടോ? ഒരുത്തനുമില്ല. അശുദ്ധനിൽ ജനിച്ച വിശുദ്ധനുണ്ടോ? ഒരുത്തനുമില്ല. എന്നുവെച്ചാൽ ഒരു ചീത്തയായതിൽ നിന്ന് ഒരു നല്ലതുണ്ടാക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? ചെളിയിൽ നിന്ന് താമരയുണ്ടാക്കി അത് പ്രകൃതിയുടെ ആ ഏറ്റവും മനോഹരമായൊരു കാഴ്ചയാണത്. അതുപോലെ തന്നെ അശുദ്ധനായൊരു മനുഷ്യനെ വിശുദ്ധനാക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? ഇയ്യോബാണ് ചോദിക്കുന്നത്. ചെളി പുരണ്ട ഒരു മനുഷ്യനെ ഒരു വിശുദ്ധനാക്കാൻ, പാപം ചെയ്ത് ശീലിച്ച ഒരു മനുഷ്യനെ വിശുദ്ധനാക്കാൻ ആർക്കാണ് കഴിയുക? കഴിയില്ല എന്നുള്ളതായ ആ ചിന്താഗതിയുള്ള കാലമാണ്. ആ മനോഭാവത്തിൽ ജീവിക്കുന്ന കാലത്താണ് കർത്താവായ യേശു വന്നത്. കർത്താവായ യേശു പഠിപ്പിച്ചു, എൻ്റെ അടുക്കൽ വരുന്നവൻ അവൻ്റെ പാപത്തിന് മോചനം കിട്ട്, അവൻ ആശ്വാസം കിട്ടും, അവൻ പാപം കൂടാതെ ജീവിക്കുന്നവനാകുമെന്നുള്ളതായ സ്നേഹിക്കുന്നവനാകുമെന്നുള്ളതായ ആ സ്നേഹത്തിൻ്റെ സന്ദേശം ഇയ്യോബ് പിൽക്കാലത്ത് പറയുന്നുണ്ട്. അതിൻ്റെ 22-ാം അധ്യായം അതിൽ ഇയ്യോബ് പറയും, സർവശക്തങ്ങളിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, അവനെ നോക്കാൻ പഠിക്കണം. അവനിലേക്ക് തിരിഞ്ഞാലേ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകുകയുള്ളൂ. സാമ്പത്തിക അഭിവൃദ്ധിയുടെ കാര്യം മാത്രമല്ല പറയുന്നത് അവിടെ നിൻ്റെ ആരോഗ്യരഹസ്യം പോലും, നിൻ്റെ മജ്ജയിലെ ആ രക്തത്തിൻ്റെ ആ അളവ് പോലും വർദ്ധിക്കുന്നത് നീ ക്രിസ്തുവിലേക്ക് നോക്കുമ്പോഴാണെന്ന് സദൃശവാക്യം 3:8 പറയും. സദൃശവാക്യം 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറയും. നമുക്ക് ആ വാക്യം ഇവിടുന്ന് വായിച്ച് കേൾക്കാം. മനസ്സിലാക്കേണ്ടതാണിതെല്ലാം. ദൈവത്തിൻ്റെ വചനം മനോഹരമാണ്. അതിലടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങൾ അതീവ രഹസ്യങ്ങളാണ്. അതറിഞ്ഞാൽ നിങ്ങൾ ഈ വചനത്തിൽ ആശ്രയിക്കും. അതറിഞ്ഞാൽ നിങ്ങൾ ഈ ക്രിസ്തുവിനെ സ്നേഹിക്കും. സദൃശവാക്യം 3:8 വായിക്കാം. അത് നിന്റെ നാഭിക്ക് ആരോഗ്യവും അസ്ഥികൾക്ക് തണുപ്പുമായിരിക്കും. നാഭിക്ക് ആരോഗ്യം, യുവർ നെർവസ് സിസ്റ്റം മാറും. കർത്താവായ യേശുവിനെ നോക്കുന്നവൻ്റെ, ക്രൂശിലേക്ക് തിരിയുന്നവൻ്റെ, അവൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് പാപമോചനം പ്രാപിക്കുന്നവൻ്റെ നെർവ് സിസ്റ്റം പോലും മാറും. നാഭിക്ക് ആരോഗ്യം, അവൻ്റെ അസ്ഥികൾക്ക് തണുപ്പ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ശരീരത്തിൻ്റെ ആ പ്രവർത്തനം തന്നെ മാറും. അവൻ്റെ ഉത്സാഹം മാറും, അവൻ്റെ ബലം മാറും, അവൻ്റെ ബലം വർദ്ധിക്കും. അവൻ എല്ലാ തരത്തിലും അഭിവൃദ്ധിയുള്ളവനാകും. പുറമേയുള്ളതായ കുറേ പണത്തിൻ്റെ അഭിവൃദ്ധി മാത്രമല്ല, അവൻ്റെ വ്യക്തിത്വം മാറും, അവൻ്റെ ഹൃദയം വിശുദ്ധമാകും. അശുദ്ധനിൽ നിന്ന് വിശുദ്ധനുണ്ടായി വരും. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം അവനെ നോക്കുന്നവൻ്റെ അതേ അനുഭവം തന്നെയാണ്. ആ കർത്താവായ യേശു എന്നാൽ അവനും നോക്കി. ആ ദേവാലയത്തിൽ വന്ന അനേകരെ യേശു നോക്കി. കർത്താവായ യേശു നോക്കി. അവിടെ ചില്ലിക്കാശിട്ടിട്ട് പോകുന്ന ആ വിധവയെ അവൻ കണ്ടു. ഒരു മഹോദര രോഗമുള്ളവൻ വന്നിരിക്കുന്നു, അവനെ യേശു കണ്ടു. ഒരു കൂനി വന്നിരിക്കുന്നു, ആ കൂനിയായ സ്ത്രീയെ യേശു കണ്ടു. പ്രിയപ്പെട്ടവരെ, ആ നല്ലവനായ യേശു അവനും നോക്കുന്നവനാണ്. അവനും ആശയറ്റവരെ കണ്ടു. ജീവിതത്തിൽ ഇനി പ്രതീക്ഷയില്ല, ഇനി പ്രത്യാശയില്ല, ഇനി മുന്നോട്ടൊരു ഗതിയില്ല എന്നുള്ളതായ ആശയറ്റവരനേകർ ആ ദേവാലയത്തിലുണ്ടായിരുന്നു. ഇക്കാലത്തും അങ്ങനെ തന്നെ ദേവാലയങ്ങളിൽ വരുന്ന എത്രയോ പേര് ആശയറ്റവരാണ്, ഭാവിയില്ല ചിന്തിക്കുന്നവരാണ്. ഇനി എനിക്കൊരു ഗതിയില്ല, ഇനി എനിക്കൊരു ഉയർച്ചയില്ല, ഇനി എനിക്കൊരു സമാധാനകാലമില്ല, ഇനി എനിക്കൊരു വിശുദ്ധീകരണമില്ല, എൻ്റെ ഭാവി തീർന്നു എന്നുള്ളതായ നിരാശയോടെ എത്രയോ പേർ ദേവാലയങ്ങളിൽ വരുന്നു, പ്രാർത്ഥനയോഗത്തിന് വരുന്നു. ഈ തിരുവചനം കേൾക്കുന്ന നിങ്ങളും അനേകരും ഇനിയൊരു ഭാവിയില്ല എന്ന് കരുതി തന്നെ ഹൃദയത്തിൽ നിശ്ചയിച്ചുകൊണ്ടാണ് പല ആരാധനാ കേന്ദ്രങ്ങളിലും പോകുന്നത്, വചനം കേൾക്കാനും പോകുന്നത്. ആരാധനയ്ക്ക് പോകുമ്പോഴും ഒരു ഭാവിയെക്കുറിച്ചുള്ളതായ ഒരു ചിന്തയില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ആ നല്ലവനായ ആ കർത്താവായ യേശു ക്രിസ്തു, അവനെ നോക്കിയവർക്ക്, അവനെ വിശ്വസിച്ചവർക്ക് അവൻ ഭാവി ഉണ്ടാക്കി കൊടുത്തു. അവനെ നോക്കിയവർ, അവനെ ആശ്രയിച്ചവർക്ക് അവൻ ഭാവി ഉണ്ടാക്കി കൊടുത്തു. അവരുടെ സമാധാനം വലുതുമായിരുന്നു. പ്രിയപ്പെട്ട ദൈവവേദലേ, നിൻ്റെ ജീവിതത്തെക്കുറിച്ച് നീ എപ്രകാരമാണ് വിലയിരുത്തുന്നത്? നിൻ്റെ പാപവഴികളോട് യാത്ര പറയാൻ നിനക്ക് മനസ്സാണോ? പാപം കൂടാതെ ഒരു ജീവിതത്തിന്
ക്രിസ്തുവിനെ നോക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ? നമ്മുടെ കണ്ണുകളടച്ച് നമുക്കൊന്ന് നോക്കാം. നീ ആരെയാണ് ഇതുവരെ നോക്കിയത്? മനുഷ്യരെ മാത്രം നോക്കി, മനുഷ്യർ ഉയർത്തിയവരെ നോക്കി, മനുഷ്യർ ഉയർത്തി കാണിച്ചവരെ നോക്കി, മീഡിയ ഉയർത്തി കാണിച്ചവരെ നോക്കി, സമൂഹം ഉയർത്തി കാണിച്ചവരെ നോക്കി. എന്നാൽ ദൈവം ഉയർത്തിയവനെ നോക്കാൻ അധികമാരും ഉണ്ടായില്ല. സ്വർഗത്തിൻ്റെ കണ്ണ് പതിഞ്ഞവനെ നോക്കാൻ അധികമാരും ഉണ്ടായില്ല. ദൈവമക്കളെ, അതിനാൾക്കൂട്ടം കുറവാണ്. സ്വർഗം ഉയർത്തിയവനെ നോക്കാൻ ആൾക്കൂട്ടമില്ല. കുലീനന്മാരില്ല, ഉന്നതന്മാരില്ല, ശ്രേഷ്ഠന്മാരില്ല. എന്നാൽ എളിയവരും നിസ്സാരന്മാരുമായ അവനെ നോക്കിയവരാണ് ഈ ഭൂമിയിൽ സമാധാനം അനുഭവിച്ചത്. അതിലൊരാളാകാൻ നിനക്ക് താല്പര്യമുണ്ടോ? ആ കർത്താവിനെ നോക്കി ഉയർച്ച പ്രാപിക്കാൻ, ശുദ്ധി പ്രാപിക്കാൻ, നിൻ്റെ നരിയാണികൾ ഉയരുവാൻ, നിൻ്റെ നാഡീ ഞരമ്പുകൾക്ക് ശക്തി പ്രാപിക്കുവാൻ, ആത്മാവിൽ ബലപ്പെട്ട് ജീവിക്കാൻ നിനക്ക് മനസ്സാണോ സഹോദര? ഒരു ഭാര്യ ഭർത്താവിനെ ജീവിതം ഏൽപ്പിക്കുന്നത് പോലെ നിൻ്റെ ജീവിതം യേശുവിനെ ഏൽപ്പിക്കാൻ നിനക്ക് മനസ്സാണോ? നമുക്ക് പറയാം, കർത്താവായ യേശുവേ, എൻ്റെ കുടുംബത്തിലിതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്, കുടുംബത്തിലിതെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഭാര്യയെ ഞാൻ സ്നേഹിച്ചിട്ടില്ല. എന്നെ ജീവിതം ഏൽപ്പിച്ച എൻ്റെ ഭാര്യയെ ഞാൻ സ്നേഹിച്ചിട്ടില്ല. ഞാൻ ജീവിതം ജീവിക്കാൻ തീരുമാനിച്ച ഭർത്താവിനോട് ഞാൻ വേണ്ടതുപോലെ സ്നേഹത്തോടെ ഇടപെട്ടിട്ടില്ല. കർത്താവേ, ഞാനിതാ നിൻ്റെ ക്രൂശിലേക്ക് വരികയാണ്. എന്നെ സഹായിക്കണം, എന്നെ ശുദ്ധീകരിക്കണം, എന്നെ കഴുകണം, എൻ്റെ കുടുംബജീവിതം മധുരമാക്കണം, സമാധാനകാലങ്ങൾ എനിക്ക് തരണം. ഞാൻ ക്രൂശിലേക്ക് നോക്കുന്നു. കർത്താവേ, എൻ്റെ ഭാവി നിന്നെ ഏൽപ്പിക്കുന്നു, എൻ്റെ ആത്മാവിനെ നിന്നെ ഏൽപ്പിക്കുന്നു. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ.